പിണറായി വിജയനെ എതിർത്തുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് വരെ വിമർശനങ്ങൾ, ഘടകകക്ഷികളുടെ നിലവിളികൾ. ഇനിയെങ്കിലും ഉയർത്തെണീക്കണമെങ്കിൽ ശരിയായ രീതിയിൽ വെളുത്ത പുക ഉയരണം, അല്ലെങ്കിൽ അത് LDFന്റെ കറുത്ത പുകയായി മാറും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഘടകകക്ഷികളും പാർട്ടിക്കാരും മുറവിളി കൂട്ടുന്നു. പ്രതിപക്ഷ നേതാവ് മറ്റാരെങ്കിലും ആകട്ടെ. ഇതുപോലൊരു തിരിച്ചടി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇന്നോളം ഉണ്ടായിട്ടില്ല എങ്കിലും അതിന് ഭരണവിരുദ്ധ വികാരം എന്ന പേര് നൽകാൻ പാർട്ടി തയ്യാറല്ല. അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആണ് തങ്ങൾക്ക് തിരിച്ചടിയായത് എന്നത് സമ്മതിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറല്ല. അണികൾ അങ്ങനെ തന്നെ പറയുന്നു എങ്കിലും ധാർഷ്ട്യവും താൻപോരിമയും അഹങ്കാരവും ഒന്നും ജനം സഹിച്ചില്ല എന്ന് തന്നെ താഴെത്തട്ടിലുള്ള അണികൾ ഉറക്കെ നിലവിളിക്കുന്നു. കാരണം ഈ പാർട്ടി ഉയർത്തെണീറ്റ് വരേണ്ടത് ഇന്നലെ വരെ പോസ്റ്റർ ഒട്ടിച്ചവർക്കും കൊടിപിടിച്ചവർക്കും ഈ പാർട്ടി നിലനിന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണയന്ത്രവും പാർട്ടിയും രണ്ടായി നിന്നുകൊണ്ട് തന്നെ ഭരണത്തിന്റെ വീഴ്ചകളെ പാർട്ടി ചൂണ്ടിക്കാട്ടുന്ന അവസ്ഥയായിരുന്നു മുൻപുള്ള ഭരണകാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെത്. അന്നൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് തന്നെയായിരുന്നു പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് തന്നെയായിരുന്നു. EMSന്റെ കാലത്തായാലും അച്യുതാനന്ദന്റെ കാലത്തായാലും EK നയനാരുടെ കാലത്തായാലും അന്നൊക്കെ ഇടതുപക്ഷ സർക്കാരായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത് ഇടതുപക്ഷ സർക്കാരായിരുന്നില്ല, പിണറായി സർക്കാരായിരുന്നു. പാർട്ടിയെയും ഭരണയന്ത്രത്തെയും തന്റെ കാൽ ചുവട്ടിൽ നിർത്തിയിരുന്നു പിണറായി. അതിന്റെ ദോഷം പാർട്ടി ഇപ്പോൾ അനുഭവിച്ചു. സാധാരണ പാർട്ടി ഭരണത്തിലെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടുകയും അതിനെ തിരുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായി കണ്ടത് പാർട്ടിയും ഭരണവും ഒരേ കാൽ ചുവട്ടിൽ ഞെരിഞ്ഞമരുന്നതാണ്. അടുത്ത ദിവസം കേട്ട ഒരു വാർത്ത ഇതാണ്. ലോക്സഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെയും വിചിന്തനം നടക്കുമ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ ആരോ ഒരാൾ എണീറ്റ് നിന്ന് ശൈലി മാറ്റണം എന്ന് പറഞ്ഞത്രേ. അയാളോട് പിണറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതോടുകൂടി ബാക്കിയുള്ളവർ നിശബ്ദരായി. ആ നിശബ്ദത തന്നെയാണ് പാർട്ടിയെ ഇപ്പോൾ തോൽപ്പിച്ചത്. പാർട്ടിയുടെ കറുത്ത പുക ഉയരാൻ തുടങ്ങിയത് 99-ൽ നിന്ന് കുത്തനെ താഴേക്ക് പതിച്ച് 35-ലേക്ക് സീറ്റ് എത്തിയെങ്കിലും ഇനിയും പിണറായി